വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കപ്പെടേണ്ടതാണ്. അത്തരമൊരു അചഞ്ചല വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരസാക്ഷിയായ വിശുദ്ധ തോമാസ് ലീഹായുടെ ജീവിതത്തിലെ ചില സുപ്രധാന മുഹൂർത്തങ്ങളാണ് ഞങ്ങൾ ഈ ടാബ്ലോയിലൂടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുനാഥന്റെ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് ഭാരത മണ്ണിലേക്ക് കടന്നുവന്ന വിശുദ്ധ തോമാസ് ലീഹ AD 52 മുസരീസ് എന്ന് അറിയപ്പെട്ടിരുന്ന കേരള മണ്ണിലെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സുവിശേഷ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ വരവിലൂടെ ഭാരതത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായി. കേരളത്തിൽ 7 പള്ളികളും ഒരു അർദ്ധപള്ളിയും സ്ഥാപിച്ച് ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് ശക്തമായ അടിത്തറ പാകി. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന ഒറ്റ ഏറ്റുപറച്ചിലിൽ യേശുവിലുള്ള തന്റെ വിശ്വാസവും സമർപ്പണവും ഉറപ്പിച്ച് അനേകം രോഗികളെ സുഖപ്പെടുത്തിയും അനേകം പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടും ബ്രാഹ്മണൻ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടും അവരെ ദൈവമക്കളായി സ്വീകരിച്ചും ജാതിയുടെയും സ്ഥാനമാനങ്ങളുടെയും വേർതിരിവുകൾക്കും അപ്പുറം എല്ലാവരും ദൈവസ്നേഹത്തിന് അർഹരാണെന്ന മഹത്തായ സന്ദേശമാണ് തന്റെ ജീവിതത്തിലൂടെ വിശുദ്ധ തോമാസ് ലീഹ വെളിപ്പെടുത്തിയത്. നാടുകൾ തോറും ചുറ്റി സഞ്ചരിച്ച സ്ലീഹ പാണ്ഡ്യദേശം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലും എത്തിച്ചേർന്നു. അവിടെയും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും അനേകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിച്ചു. ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ തക്കം പാർത്തിരുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നതിനിടെ നിരവധി പീഡനങ്ങളും എതിർപ്പുകളും അദ്ദേഹത്തിന് നേരിട്ടു. ഒടുവിൽ AD 72 ജൂലൈ 3-ാം തീയതി മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് പ്രാർത്ഥനാ നിരതനായിരുന്ന അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തി. വിശുദ്ധ തോമാസ് ലീഹ നേടിത്തന്ന വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും ഏറ്റുപറയാം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ.